പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് കർണാമൃതത്തിൽ ഒരു കഥയാണ്, മഹാഭാരതത്തിലെ കർണൻ്റെ കഥ. ഇത് നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ, അതിമനോഹരമായി കഥകളും കവിതകളും എല്ലാം ആലപിക്കുകയും പറയുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരിയായ രുക്മിണിജിയാണ്. രുക്മിണിജിയെ ഞാൻ ഈ കർണാമൃതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എന്നത്തെയും പോലെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മഹാഭാരതത്തിലെ കർണനെക്കുറിച്ച് രുക്മിണിജി എന്താണ് പറയുന്നതെന്ന് കേട്ടുവരാം. പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതത്തിലെ അത്യുജ്വല കഥാപാത്രമാണ് കർണൻ. ആ കർണനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാമായണത്തിലെ ഹനുമാനെ പോലെ മഹാഭാരതത്തിലെ കർണൻ എന്നെ ഏറെ ആകർഷിച്ച കഥാപാത്രമാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരായ പാണ്ഡവരുടെയും കൗരവാദികളുടെയും ആയുധാഭ്യാസം കഴിഞ്ഞ് അരങ്ങേറ്റം നടക്കുന്ന വിശാലമായ ഒരു മൈതാനിയിലേക്ക് പോകാം. അവിടെ പ്രത്യേകം സജ്ജമാക്കിയ ആസനങ്ങളിൽ ഭീഷ്മപിതാമഹൻ, ധൃതരാഷ്ട്രൻ, വിതുരൻ, ഗാന്ധാരി, അന്തഃപുര സ്ത്രീകൾ, കുരുവൃദ്ധന്മാർ എല്ലാവരും ഉപവിഷ്ടരായി പൗരജനങ്ങളും അവരവരുടെ സ്ഥാനത്തിരുന്നു. കൊടും മേളം തുടങ്ങി. ദ്രോണാചാര്യൻ പുത്രനായ അശ്വത്ഥാമാവിനോട് കൂടി വന്ന് രംഗപൂജ കഴിച്ചു. അതാ വഴിക്ക് ആ 105 സഹോദരന്മാരും പടക്കോപ്പണിഞ്ഞ് മൂപ്പിളമനുസരിച്ച് തയ്യാറായി നിൽക്കുന്നു. സുയോധനനും മൃഗോദരനും ഗദയേന്തി കളത്തിലിറങ്ങുന്നു. അങ്ങനെ തന്റെ ഊഴം വന്നപ്പോൾ അർജുനൻ തന്റെ വൈദഗ്ധ്യം കാണിക്കാൻ തുടങ്ങി. അഗ്നേയാസ്ത്രം കൊണ്ട് തീയുണ്ടാക്കി, ആരണം കൊണ്ട് ജലമുണ്ടാക്കി, ഭൗമം കൊണ്ട് ഭൂമിയിലാണ്ട് മറഞ്ഞു. ക്ഷണനേരം കൊണ്ട് കുറിയവനും നെടിയവനുമായി വട്ടം ചുറ്റുന്ന ലോഹവരാഹത്തിന്റെ വായിൽ 5 അമ്പ് ഒപ്പം എയ്തു തറപ്പിച്ചു. സദസ്യർ വിസ്മയിച്ച് അത്യാഹ്ലാദപൂർവം അർജുനനെ കൈയടിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചു. പെട്ടെന്ന് പ്രവേശന കവാടത്തിൽ നിന്ന് ഇടിവെട്ടുന്ന പോലെ ഊക്കിലുള്ള കയ്യടി ഉയർന്നു പൊങ്ങി. കാണികളൊക്കെ അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കിയപ്പോൾ അതാ വഴിമാറിക്കൊടുത്ത അമ്പരന്ന് നിൽക്കുന്ന കൂട്ടത്തിന്റെ നടുവിലൂടെ സഹജങ്ങളായ കവചകുണ്ടലങ്ങളാൽ ഉജ്ജ്വലനായി വില്ലും വാളും ധരിച്ച കർണൻ, പൗരുഷത്തിന്റെ പ്രതീകമായ കർണൻ അന്തസ്സിൽ ശിരസ്സുയർത്തിപ്പിടിച്ച് കടന്നു വരുന്നു. എന്നിട്ട് സദസ്യർ കേൾക്കെ അർജുനനെ വെല്ലുവിളിക്കുന്നു. കുന്തിപുത്ര, താങ്കളിപ്പോൾ കാണിച്ച ഈ വിദ്യകളെല്ലാം കുറച്ചുകൂടി മികച്ച രീതിയിൽ ഞാനും കാണിക്കാം എന്ന് കർണൻ പറഞ്ഞു. കർണൻ ദ്രോണരുടെ അനുമതിയോടെ പറഞ്ഞ വിധം തന്നെ പ്രവർത്തിച്ചു കാണിച്ചു. ദുര്യോധനൻ ഈ കാഴ്ച കണ്ട് ദുര്യോധനൻ സഹോദരന്മാരോടൊപ്പം ചെന്ന് കർണനെ അഭിനന്ദിച്ചു. അർജുനൻ പറഞ്ഞു, വിളിക്കാതെ കയറി വന്ന നിന്നെ ഞാൻ യമപുരിക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ കർണനും അർജുനനും ദ്വന്ദ്വ യുദ്ധത്തിനൊരുങ്ങി. ഇത് കണ്ട കുന്തിദേവി ബോധം കെട്ടു വീണു. വിതുരർ ചന്ദനക്കുളിർ നിറച്ച് തെളിച്ച് കുന്തിയെ ആശ്വസിപ്പിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ ഒരുമ്പെട്ട് നിൽക്കുന്ന 2 മക്കളെ കണ്ട് എന്ത് പറയേണ്ടു എന്നറിയാതെ പരിതപിച്ചു. അപ്പോൾ ദ്വന്ദ്വയുദ്ധമുറയനുസരിച്ച് കൃപർ പറഞ്ഞു, കർണ, കുരുവംശത്തിൽ പാണ്ഡവിന്റെയും കുന്തിയുടെയും ഇളയപുത്രനായ അർജുനനാണ് നിന്റെ പ്രതിയോഗി. ഇതുപോലെ നീയും നിന്റെ വംശത്തിന്റെയും അച്ഛനമ്മമാരുടെയും പേർ പറയൂ. ഇത് കേട്ടപ്പോൾ കർണന്റെ മുഖം താണു. അത് മഴയേറ്റ് ചത്ത താമര പോലെയായി. ഈ വിഷമസ്ഥിതി കണ്ട ദുര്യോധൻ ആ സഭയിൽ വെച്ച് തന്നെ കർണന് തന്റെ അംഗരാജ്യം കൊടുക്കുകയും അവിടെ വെച്ച് തന്നെ യഥാവിധി അംഗരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദുര്യോധനനും കർണനും ആത്മസുഹൃത്തുക്കളായി. കർണന്റെ
ആദ്യാവസാന പോരാട്ടങ്ങളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഈ വന്ന സഭയിലേക്ക്. അപ്പോ കർണൻ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് വന്ന കർണന്റെ തല ഒന്ന് വല്ലാതെ താണു. തൻ്റെ കുടുംബ മഹിമി പാരമ്പര്യവും തറവാടൊക്കെ അച്ഛനമ്മയിലൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ ആ സഭയിലേക്ക് അതാ കടന്നു വരുന്നു കർണന്റെ വളർത്തച്ഛൻ അതിരഥൻ. മുഷിഞ്ഞ വസ്ത്രത്തോടും സന്തോഷവും ദൈന്യതയും ഒന്നിച്ച് സമ്മേളിച്ചൊരു മകന് രാജാവായി അഭിഷേകം ചെയ്തതിലുള്ള സന്തോഷവും ഒപ്പം ദൈന്യതയും ഒരുമിച്ച് സമ്മേളിച്ചൊരു മനുഷ്യക്കോലം പോലെ കയറി വരുന്നു ആര്? അതിരഥൻ. ഉടനെ കർണൻ അതിരഥനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. കണ്ണുനീർ വാർക്കുന്ന അപ്പൊ അതിരഥനെ കെട്ടിപ്പിടിച്ച് കണ്ണുനീർ വാർക്കുന്ന കർണനെ ഇത് പുത്രസ്നേഹത്തിന്റെ ഒരു നല്ല വാങ്മയ ചിത്രം ഭാരതത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ആജീവനാന്തം കൗരവപക്ഷത്തോട് കൂറു കാണിച്ചു എന്നതല്ലാതെ കർണൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. താൻ ആ രംഗത്തേക്ക് എത്രമാത്രം പ്രൗഢിയോടെ കയറിച്ചെന്നുവോ അവിടെ വെച്ച് കർണന്റെ ആഭിജാത്യത്തെ പറ്റി ചോദിച്ചവരെക്കാൾ ഒരു താഴ്ചയും കർണനിലില്ല. അത് അവിടെ കൂടിയ ചിലർക്കൊക്കെ പലർക്കും അറിഞ്ഞുകൂടാ, എന്നാൽ അറിയുന്നവർ ചിലരുണ്ടായിരുന്നു, അവർക്ക് പറഞ്ഞും കൂടാ. ആ രാജ ബഹുമതികളെല്ലാം കൈവന്നിട്ടും കർണൻ അഹങ്കരിച്ചില്ല. ദീനതയോടെ പ്രവേശിച്ച തൻ്റെ വളർത്തച്ഛനായ സൂതപിതാവിനെ വണങ്ങി ആചാരമനുഷ്ഠിക്കാൻ കർണൻ മറന്നില്ല. കർണൻ അർജുനനോടൊരു കിടമത്സരം തോന്നിയതിൻ്റെ കാരണം താൻ പണ്ട് ദ്രോണാചാര്യരോട് ബ്രഹ്മാസ്ത്ര വിദ്യ ഉപദേശിച്ച് കിട്ടുവാൻ അപേക്ഷിച്ചിരുന്നു. അദ്ദേഹം അർജുനനോടുള്ള പക്ഷപാതം മൂലം അത് കർണൻ ഉപദേശിച്ചില്ല. എല്ലാവരും സൂതപുത്രൻ എന്ന് പറഞ്ഞ് കർണനെ അധിക്ഷേപിക്കുകയേ ഉണ്ടായിട്ടുള്ളൂ. ആ സൂര്യപുത്രൻ പെറ്റു വീണത് മുതൽ മരണം വരെ തേജോവധം ചെയ്യപ്പെടുകയല്ലാതെ ഏറെയൊന്നും മാനിക്കപ്പെടുകയുണ്ടായില്ല. ഈ തേജോവധത്തിൽ ഏറ്റവും മുമ്പിൽ ശല്യർ, ഭീഷ്മർ എന്നിവരൊക്കെയായിരുന്നു. എങ്കിലും കർണൻ പ്രതികാര ബുദ്ധിയില്ലാതെ തന്നെ പിതൃതുല്യരായവരെ ബഹുമാനിക്കാനുള്ള കർണന്റെ കഴിവ് എടുത്തു പറയുന്ന ഒരു സംഭവം പറയാം. ഭീഷ്മാദികളുടെ അടുത്തുണ്ടായ കർണന്റെ വിനയമാണത്. 10 ദിവസത്തെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തിരുന്ന അർജുനനാൽ ഭീഷ്മർ വീഴിക്കപ്പെട്ടു. ഭീഷ്മർ സ്വയം വീണു എന്ന് പറയുന്നതാണ് സത്യം. അമ്പയുടെ പകയുടെ മൂർത്തിവദ്ഭാവമായ നപുംസകമായ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു അർജുന ഭീഷ്മരി വില്ലും അസ്ത്രവും താഴെ വെച്ചു. ഭീഷ്മരുടെ അപ്പോ അങ്ങനെയുള്ള ഭീഷ്മരെ ഈ കർണൻ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോ ഭീഷ്മരുടെ വാക്കുകൾ അസഹനീയമായപ്പോൾ ഭീഷ്മർ അസ്ത്രം താഴെ വെച്ചാൽ മാത്രമേ താൻ യുദ്ധം ചെയ്തു എന്ന് പ്രസ്താവിച്ച കർണൻ, പക്ഷേ ആ മഹാന്റെ ഭീഷ്മരുടെ വീഴ്ചയിൽ കർണന്റെ മനസ്സൊന്ന് പിടഞ്ഞു. മെല്ലെ അടുത്ത ദിവസത്തെ സേനാപതി കർണനാണ് കൗരവരെ നയിക്കേണ്ടത്. അങ്ങനെ അടുത്ത ദിവസം സേനാപതിയായിട്ടാണ് താൻ യുദ്ധരംഗത്തേക്ക് ചെല്ലേണ്ടതെന്നറിഞ്ഞ കർണൻ സ്വച്ഛന്ത മൃത്യുവായി ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് പേടിച്ചും കൊണ്ട് ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ പുരുഷർഷഭനായ കർണൻ മെല്ലെ പോയി ഭീഷ്മരുടെ കാൽക്കൽ വീണു. കർണന് പേടിയുണ്ട്, എന്താ അധിക്ഷേപ കേൾക്കേണ്ടി വരുക എന്നുള്ളത്. എങ്കിലും യുദ്ധം തുടങ്ങുമ്പോൾ മൂത്തവരുടെ അനുഗ്രഹം വാങ്ങുന്നതിൽ വലിയ വേറെ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ കർണൻ മെല്ലെ ഭീഷ്മരുടെ അടുത്തെത്തി. പുരുഷർഷഭനായ കർണൻ ഭീഷ്മരുടെ കാൽക്കൽ വീണു. തടഞ്ഞിടറുന്ന തൊണ്ടയുമായി പറഞ്ഞു, ഗുരുശ്രേഷ്ഠ, രാധേയനാണ് ഞാൻ. എന്നും അങ്ങയുടെ കൺമുൻപിൽ നിന്നവനും ഒരു കുറ്റവും ചെയ്യാറ് അങ്ങയുടെ ദ്വേഷത്തിന് പാത്രമായവനും. ഭീഷ്മർ പണിപ്പെട്ട് കർണനെ മിഴിച്ചു നോക്കി, സ്നേഹാർദ്രമായിട്ടൊന്നു നോക്കി. കർണനെ കാവൽ നിൽക്കുന്നവരെ അകറ്റി അച്ഛൻ മകനെ എന്ന പോലെ കർണനെ ഒറ്റക്കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചു ഉരിയാടി, വരൂ വരൂ എൻ്റെ എതിരാളി വരൂ,
നീ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നിനക്ക് ശ്രേയസ്സുണ്ടാകാതെ പോയേനെ. ഉണ്ണി, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. നീ കൗന്ദേയനാണെന്ന് എനിക്കറിയാം. നീ കാരണമില്ലാതെ പാണ്ഡവരോട് പകവയ്ക്കുന്നത് കണ്ടപ്പോൾ നിന്റെ ഉശിരടക്കാനാണ് ഞാൻ നിന്നെ ശകാരിച്ചിരുന്നത്. നീ പാണ്ഡവരോട് ചേരൂ, അതാണ് എനിക്കിഷ്ടം. നീ നിന്റെ സഹോദരരോട് ചേരൂ. കർണൻ പറയുന്നു, എനിക്കറിയാം ഞാൻ കുന്തി പെറ്റവനാണെന്നും എന്നെ വലിച്ചെറിഞ്ഞതാണെന്നും ഇത്രയും കാലം ദുര്യോധനന്റെ ഐശ്വര്യം ഭുജിച്ച് ഇന്നതിനെ പാഴാക്കാൻ ഞാൻ ആളല്ല. ഒടുവിൽ ഭീഷ്മർ പറഞ്ഞു, കർണ, നീ സ്വർഗകാമനായി യുദ്ധം ചെയ്തുകൊള്ളൂ. ഞാൻ സമ്മതിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആചാരവും ധർമ്മശാസ്ത്രവും എന്തു തന്നെ വിധിച്ചാലും കർണൻ ക്ഷത്രിയകുമാരിക്ക് യൗവനപ്പുളപ്പിലുണ്ടായ പൗരുഷമേറിയ പുത്രനാണ്. തൻ്റെ ശരീരത്തെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കുന്ന കവചകുണ്ടലം കൂടി ഊരിയിട്ട് സൂര്യഭഗവാൻ വന്ന് ഉപദേശിച്ചു കൂടി. കർണൻ കേട്ടില്ല സ്വന്തം പിതാവിന്റെ വാക്ക്. ദാനമായി ചോദിച്ച ഇന്ദ്രന്റെ സ്വാർത്ഥം മനസ്സിലാക്കി അർജുനനെ രക്ഷിക്കാൻ വേണ്ടി സ്വാർത്ഥനായിട്ട് കർണനോട് കവചകുണ്ടലം ദാനമായി ചോദിച്ച ഇന്ദ്രന്റെ സ്വാർത്ഥത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഊരിക്കൊടുത്ത കർണൻ തനിക്ക് ഇന്ദ്രനിൽ നിന്നും ഒരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ദ്രനിൽ നിന്നും പകരമായി കിട്ടിയ അർജുനനിൽ പ്രയോഗിക്കാനായി കർണൻ കരുതി വെച്ചിരുന്ന പുരുഷഘാതിനിയായ അസ്ത്രം പോലും പരിത്യജിച്ച ഒരു രംഗമുണ്ട്. അത് ശരിക്കും അത് ഇന്ദ്രനോട് വാങ്ങിയിനി കവചകുണ്ടലം വാങ്ങിയപ്പോൾ അർജുനനെ കൊല്ലാനാണ്. ഒരാളെ മാത്രമേ ഇതിനെ കൊണ്ട് കൊല്ലാൻ പറ്റൂ എന്നുള്ളതാണ്. അത് അർജുനന് നേരെ ഓങ്ങി വെച്ചാണ്. പക്ഷേ ഘടോൽഗജനെ കൊണ്ട് പൊറുതിമുട്ടിയ കൗരവപ്പടയെ രക്ഷിക്കാൻ കർണൻ മടികൂടാതെ മാറ്റിവെച്ച ആ ശക്തിയെ ഘടോൽഗജനിൽ പ്രയോഗിച്ചു. ഇങ്ങനെ ഒരു കർണനെ, ഇതാണ് കർണനെ മഹാത്മാവാക്കുന്നതും. അർജുനനോടുള്ള വിദ്വേഷത്തെക്കാൾ ദുര്യോധനനോടുള്ള കൂറ് ഇവിടെ തെളിയിക്കപ്പെട്ടുവല്ലോ. എന്തൊക്കെയായാലും സമൂഹത്തിൽ അപഹസിക്കപ്പെട്ടതിൻ്റെയും താൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെയും കണക്കുകൾ എടുത്തു വെച്ചാൽ, മനഃശാസ്ത്രപരമായി നോക്കിയാൽ കർണനിൽ ഈ പൗരുഷവും പാരുഷ്യവും, ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്നവന്റെ ചങ്കുറപ്പും ഊറ്റവും കാണുന്നുണ്ടെങ്കിൽ അതിന് കർണനെ പഴിക്കാൻ നമുക്കാവില്ല. അതിന് കർണൻ കുറ്റക്കാരനല്ല, അതിന് കർണനെ പഴിക്കാൻ നമുക്കാകില്ല. യുദ്ധക്കളത്തിൽ ഭീഷ്മരോട് ഉള്ള നീരസം കലർന്ന് മാറി നിൽക്കുന്ന കണ്ട കർണനെ കൃഷ്ണൻ വന്നിട്ട് കർണനോട് പറയുന്നുണ്ട്, കർണ, നീ ഇപ്പോൾ പാണ്ഡവ പക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്തു. ഭീഷ്മർ അസ്ത്രം ഉപേക്ഷിച്ചാൽ മാത്രമേ നീ യുദ്ധം ചെയ്യുള്ളൂ എന്നുണ്ടല്ലോ. അത്ര വരേക്കും നീ പാണ്ഡവ പക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്യൂ എന്ന് പറയുന്ന കൃഷ്ണനോട് ചിരിച്ചുകൊണ്ട് കർണൻ പറയുന്നുണ്ട്, ഏത് സന്ദർഭത്തിലായാലും ഞാൻ ദുര്യോധന ഉപേക്ഷിക്കില്ല. ഞാൻ വേറെന്തുപേക്ഷിച്ചാലും എൻ്റെ വാക്ക് അസത്യം ഞാൻ ചെയ്യില്ല. അപ്പോൾ അവിടെ ഒരു പ്രലോഭനം കൂടെ കൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. നിന്നെ ധർമ്മപുത്രൻ സമുന്നത സ്ഥാനങ്ങൾ, അപ്പോൾ നിനക്ക് ഈ യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചാൽ നീ ആയിരിക്കും രാജാവ് എന്നൊക്കെ ഓഫർ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ കർണൻ ഒരൊറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണ, നീ പറഞ്ഞത് എൻ്റെ സൽഗതി ഓർത്തിട്ടാണ് എന്നെനിക്കറിയാതെ അല്ല. ഞാൻ ദുര്യോധനനെ ഉപേക്ഷിക്കില്ല. നോക്കൂ അപ്പോ ഞാൻ എന്ത് തന്നെ വന്നാലും ദുര്യോധന ഉപേക്ഷിക്കില്ല. ഇവിടെയൊക്കെ ഒരു ആത്മസുഹൃത്തോടുള്ള, ആപത്തിൽ സഹായിച്ച ആത്മസുഹൃത്തോടുള്ള സ്നേഹം ആണ്. കൃഷ്ണന് ഒരേ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. പാണ്ഡവപക്ഷത്തായാൽ കുന്തിപുത്രനായ കർണനും യുദ്ധത്തിൽ മരിക്കേണ്ടി വരില്ലല്ലോ എന്നായിരുന്നു കൃഷ്ണന്റെ ഇത്. അപ്പോ ഇത്രയും ത്യാഗവും സ്നേഹവും ഉണ്ടായ ഒരു കഥാപാത്രമാണ് കുന്തിയോട് അമ്മക്ക് എന്നും 5 മക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് കർണൻ, സ്വയം മരണം ഏറ്റുവാങ്ങിയ കർണൻ. ഈ കർണനും ധർമ്മപുത്രനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഭീഷ്മരെ അഭിവാദ്യം ചെയ്യാൻ പോയ കർണൻ
തന്നെ ഭർഷിച്ചുകൊണ്ടിരുന്ന കർണൻ അവിടെ എത്തിയിട്ടുള്ള രംഗം നമ്മൾ വിവരിച്ചല്ലോ. ഒന്നിനും വേണ്ടിയായിരുന്നല്ലോ കർണൻ. നേരെ മറിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ധർമ്മപുത്രർ ഭീഷ്മരുടെ അടുത്തേക്ക് പോയിരുന്നു. അപ്പോ ഭീഷ്മരും ഇതേ കർണനോട് തന്നെയാ പറഞ്ഞത്, ഉണ്ണി നീ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഞാൻ യശസ് അനുഗ്രഹിക്കില്ലായിരുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു വാർത്ത. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ധർമ്മപുത്രർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഭീഷ്മരോട്, അങ്ങയെ ജയിക്കാനുള്ള ഉപായം അങ്ങ് തന്നെ പറഞ്ഞു തരാമോ? അന്നേ ആ സമയം ചിരിച്ചുകൊണ്ട് ഭീഷ്മർ പറയുന്നുണ്ട്, എനിക്ക് മരണത്തിന്റെ സമയമായിട്ടില്ല, നീ പോയിക്കൊള്ളൂ എന്ന്. അപ്പോ ഈ രണ്ട് അഭിവാദ്യം ഇപ്പൊ നമ്മളിവിടെ എന്താണ്, കർണൻ ആ തന്നെ ഭർഷിച്ചിരിക്കുന്ന ഭീഷ്മപിതാമഹനെ കാണാൻ പോയ രംഗവും ആ അഭിവാദ്യവും ഈ യുധിഷ്ഠിര അഭിവാദ്യവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പോ കർണനി എന്നും തന്റെ സഹോദരന്മാരോട് ഉള്ളായിട്ട് സ്നേഹമുണ്ടായിരുന്നു, അറിയാമായിരുന്നു ഒക്കെ സഹോദരന്മാരാണെന്ന്. എത്ര അപമാനം സഹിച്ചിട്ടും വാക്കുകളോ തൻ്റെ സത്യമോ തെറ്റിക്കാതെ യുദ്ധത്തില് വളരെയധികം വളരെ നന്നായിട്ട് തന്നെ യുദ്ധം ചെയ്തിട്ട് വീരസ്വർഗം പ്രാപിച്ച കർണൻ എന്ന കഥാപാത്രം, മഹാഭാരതത്തിലെ ആ അത്യുജ്വലമായ കഥാപാത്രം, എന്നെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. കർണനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇവിടെ ഇത്രയും സമയം അനുവദിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനിതാ ഇവിടെ നിർത്തുന്നു. എല്ലാവരും കഥ കേൾക്കാം.